ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റിൽ കഴിഞ്ഞ 2 ദിവസത്തെയും ഫോള് കണ്ട സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഹോൾട്ട് ക്യാൻഡിൽ അല്ലെങ്കിൽ ഇൻവെർട്ടഡ് ഹാമർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാമെന്നുള്ളതും, മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റ് ഇൻട്രാഡേ അല്ല ഡെയിലി ക്യാൻഡിൽ ഉണ്ടാവാതിരിക്കാം എന്നുള്ളതും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ക്യാൻഡിൽസ് വെച്ച് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു സിനാരിയോ എന്ന് പറയുന്നത് 2 ക്യാൻഡിൽ ബിയറിഷായി 2 ക്യാൻഡിൽസ് ബിയറിഷായി ഹോൾട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു സിനാരിയോ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ ഒരു സിനാരിയോ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് വലിയ ഒരു ഡൗൺഫാളോ അല്ലെങ്കിൽ വലിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റോ ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നും നമ്മൾ ഇന്നത്തെ അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് നാളെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുമോ അല്ലെങ്കിൽ ക്യാപ് അപ്പിൽ ഓപ്പൺ ചെയ്യുമോ ക്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് അപ്സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതിൽ നമ്മളിവിടെ നോക്കിയാൽ മതി. ഇതിനു മുമ്പ് ഒരു ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്ത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി വരേക്ക് വിക്ക് വരേക്ക് എന്ത് ചെയ്തു മാർക്കറ്റ് അപ്സൈഡ് റാലി തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്തത് അടുത്ത ദിവസം ആ ഒരു സെല്ലിങ് കണ്ടിന്യൂ ചെയ്തുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് തന്നെ ആയിരിക്കാം. കാരണം ഇതിനു മുമ്പും ഈ 2 റെഡ് ക്യാൻഡിൽ, അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഫാൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൂവ്മെൻറ്റ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഇനിയും മാർക്കറ്റ് ഉണ്ടായതുകൊണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽസ് വെച്ച് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് മാർക്കറ്റ് ഇന്ന് ഒരു പാള് തന്നതൊഴികെ കാര്യമായിട്ട് ഈ ഒരു മൂവ്മെൻ്റ് ഒഴികെ മാർക്കറ്റിൽ കാര്യമായിട്ട് മൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇന്നത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ കാണുന്നതായിരുന്നു. നാളെ ഇതിൻ്റെ മുകളിൽ 50,356 മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ 50,569 വരേക്ക് മാർക്കറ്റ് വരാം എന്നുള്ളൊരു വ്യൂ. കാരണം ഇതാണ് ഇതിന് മുമ്പത്തെ ഹൈ എന്നുള്ളതുകൊണ്ട് ഇത് നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഏരിയ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുവരേക്ക് വരാം. ചെറിയൊരു ട്രേഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടേക്ക് പ്ലാൻ ചെയ്യാം. ഈ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 50,784 വരേക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. പക്ഷേ അത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താൽ ചെറിയ ഗ്യാപ്പ് അപ്പിലാണെങ്കിലും ഇത് പ്ലാൻ ചെയ്യാം. വലിയ ഗ്യാപ്പ് അപ്പിലോ വലിയ ഗ്യാപ്പ് അപ്പിൽ നമ്മളിത് പ്ലാൻ ചെയ്യുന്നില്ല. ചെറിയ ഫ്ലാറ്റ് ഓപ്പണിങ്, ചെറിയ ഗ്യാപ്പ് അപ്പ്, ഈ 2 ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി നാളെ ഇത് ഈ ലെവൽ 50,000 താഴെ അല്ലെങ്കിൽ 50,000 തൊട്ടടുത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 49,800 അല്ലെങ്കിൽ 680 എന്നുള്ള ലെവലുകളാണ്. അപ്പോൾ അങ്ങോട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, സെല്ലിങ് കുറച്ച് സ്ട്രെങ്ത്തിൽ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇനി കഴിഞ്ഞ ദിവസത്തൊക്കെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഫസ്റ്റത്തെ 2 ക്യാൻഡിൽ ബിയറിഷ് ആണെങ്കിൽ 5 മിനിറ്റ് 2 ക്യാൻഡിൽ ബിയറിഷ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടില്ല, മാർക്കറ്റ് റിവേഴ്സിൽ കാണിച്ചു. അതിനുശേഷം മാത്രമാണ് സെൽ ഓഫ് തന്നുള്ളത്. മാർക്കറ്റ് ഇന്നലെയും മിനിഞ്ഞാന്നും എന്ത് ചെയ്തു, ബുള്ളിഷ് ക്യാൻഡിൽസ് കാണിച്ചു. മാർക്കറ്റ് ഫസ്റ്റത്തെ 2 ക്യാൻഡിൽസ് ബുള്ളിഷ് കാണിച്ചു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, കുറച്ച് മേലെ പോയതിനു ശേഷം റിവേഴ്സിൽ വന്നു. അപ്പോൾ എല്ലാ ദിവസവും ഫസ്റ്റത്തെ 2 ക്യാൻഡിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിഫ്റ്റിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ 2 ക്യാൻഡിൽ നോക്കുക, നിങ്ങൾക്ക് നോക്കിയാൽ പിന്നെ മനസ്സിലാവുന്നുണ്ടാവും. കഴിഞ്ഞ ഒരു 4-5 ദിവസം ഫസ്റ്റത്തെ 2 ക്യാൻഡിൽ ബിയറിഷ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. ബുള്ളിഷ് ആണെങ്കിൽ ഇത് ബിയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സ് തന്നിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെയും ഇതേപോലെ അവസ്ഥ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ 2 ക്യാൻഡിലിന് ശേഷം ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി നാളെ മാർക്കറ്റിൽ ഇപ്പം നിഫ്റ്റി ബാങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ ലെവൽ ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ ഞാൻ 620 അല്ലെങ്കിൽ 656 വരേക്ക് ട്രേഡ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ട്രേഡുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇപ്പം 2 ദിവസം പ്ലാൻ ചെയ്യുന്നുള്ളൂ. റിവേഴ്സിൽ വരികയാണെങ്കിൽ ഈ ഒരു ലോങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, 535 അല്ലെങ്കിൽ 2376 വരെയൊക്കെ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ചെറിയ ഗ്യാപ്പ് ഡൗണിലാണെങ്കിലും നെഗറ്റീവ് വ്യൂവിലും ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയ എന്ന് പറയാൻ പറ്റില്ല 569 ഈ ലെവലിന് മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോൾ സെല്ലിലുള്ള ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, ഏത് സൈഡിലേക്കാണ് ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ അത് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നാളേക്കുള്ള മാർക്കറ്റിനെ പ്ലാൻ ചെയ്യാം. നാളെ ചെറിയൊരു പുൾ ബാക്കും കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ മൂവ്മെൻറ്റ് പറഞ്ഞത്. അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യാന്നുള്ളൂ, നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ മാത്രമായിരിക്കും നാളെ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഇതാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ നമുക്കെന്തുണ്ട്, ഒരുപാട് താഴെ വരാനുള്ള സാധ്യതയുണ്ട്.
23,000 അല്ലെങ്കിൽ 22,000 21,700 വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൂടുതൽ ഫാളുകൾ തന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തൊന്നും വലിയ സപ്പോർട്ടുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഒരുപാട് താഴെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ പെട്ടെന്ന് എൻട്രി എടുത്ത് ആ ഒരു പ്രോഫിറ്റ് ലോക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാർ മാത്രം തൽക്കാലം നാളെ ട്രേഡ് പ്ലാൻ ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാർ നാളെ മാർക്കറ്റിൽ നിന്ന് വിട്ട് നിൽക്കുക. ഡൗൺ സൈഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രേഡ് കയ്യിൽ പിടിച്ചോ, കുഴപ്പമില്ല, നമുക്ക് മാക്സിമം ടാർഗറ്റ് തരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.